നിർത്തിയേക്കണേ. എക്സസൈസ് 6.3 ആയിരുന്നു. 6.3 ഏത് ക്വസ്റ്റൻ ചെയ്തേക്കണേ? 14ാമത്തെ ക്വസ്റ്റൻ അല്ലേ നോക്കി. 14 എത്ര ചെയ്തു? 14 5 ഉണ്ട്. എല്ലാം ചെയ്യില്ല നമ്മള്. ഒന്നാമത്തെ ചെയ്തോ? ഓർമ്മ ചെയ്തിട്ടുള്ളൂ. ശരി ശരി, എന്റെ ഓർമ്മ അങ്ങനെ തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14 ഒരു ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് ടാൻജൻസ് ആൻഡ് നോർമൽസ് ആണ് കേട്ടോ. ആ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇക്വേഷൻ ഓഫ് ടാൻജൻസ് ആൻഡ് നോർമൽസ്. ദെൻ എന്താണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തായിരുന്നു? എന്താ സുഹൈലെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് y മൈനസ് y0 y മൈനസ് y0 സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അല്ലടാ. നീ പരതി കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതൊക്കെ ഒന്ന് മറച്ചു നോക്കിയിട്ട് വേണ്ടി ഇരിക്കാനായിട്ട്. വൈകി പോയി എണീച്ചപ്പോ പെട്ടെന്ന്. അതൊക്കെ എന്തൊക്കെ നീ നേരത്തെ എണീക്കാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തപ്പെട്ടാണ്. ഇനി ഇന്ന് തന്നെ നോക്കണമെന്നില്ല, ഇന്നലെ നോക്കാറുന്നല്ലോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഇതൊന്നും അറിയാണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താ മേഘ ജോബി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? മേഘ എങ്ങനെ കാണുന്ന സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ മേഘ, 1-2 ആഴ്ച കഴിഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ പാടില്ല. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ബേസിലെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx ആണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഇനി അറിയേണ്ടത് നമ്മൾ 14 ക്വസ്റ്റ്യൻ ആയി. ഇനി ഇത് അറിയണം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഇതാണ് ഈ ബേസിക് ഐഡിയ. dy/dx സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx ആണ്. സ്ലോപ്പ് ഓഫ് ദി നോർമൽ ആണെങ്കിലോ, ടാൻജന്റിന്റെ സ്ലോപ്പ് dy/dx ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്തായിരിക്കും അൻവറേ? സ്ലോപ്പ് ഓഫ് ദി നോർമൽ -1/dy സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ശരി, -1 സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്, -1/dy/dx. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx ആണ്. സ്ലോപ്പ് ഓഫ് ദി നോർമൽ -1/dy/dx ആണ്. ദെൻ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്, ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്, ടാൻജന്റ് കടന്നു പോകുന്ന ഒരു പോയിന്റ് തരും കേട്ടോ. ടാൻജന്റ് കടന്നു പോകുന്ന ഒരു പോയിന്റ് x0 y0 തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എന്തായിരിക്കും? എന്താ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് Sir, -60x/9y മൈനസ് 60xy 9y -16x by 9y -16x by 9y. ഇത് ഞാൻ പ്രതീക്ഷിക്കാനും എടുക്കണല്ലോടാ. നീ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനകത്ത് ഇത് പറഞ്ഞു അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനകത്ത് എന്റെ ഇത്ര ഇതിന് മാത്രം മണ്ടത്തരങ്ങൾ എങ്ങനെയാടാ പറയണേ? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് നീ ശ്രദ്ധിച്ചാർന്നെങ്കിൽ ഇതിലും വലുതാ പറയാറുള്ളൂ, എനിക്കറിയാം. ജനറൽ ഇക്വേഷൻ ആണോ ചോദിക്കണേ? ജനറൽ ഇക്വേഷൻ എന്താ അമൻ മുഹമ്മദേ? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പറഞ്ഞോ. y മൈനസ് yn is equal to m into x minus x. y മൈനസ് yn എന്നൊരു സാധനം പറഞ്ഞിട്ടില്ലല്ലോടാ. y മൈനസ് yn എങ്ങനെ n എന്നൊരു സാധനം പറഞ്ഞിട്ടില്ലല്ലോ അമ്മനെ നമ്മള്.
ഇനി എങ്ങനെയാണ് എഴുതിയേക്കണമെന്ന് എനിക്കറിയില്ല. y മൈനസ് വൈ നോട്ട് എന്നാണ് പറഞ്ഞേക്കണേ. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്. y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും കേട്ടോ. അതായത് dy ബൈ dx ആണ്. ഈ dy ബൈ dx ആണ് m ന് പകരം കൊടുക്കേണ്ടത്. m എന്ന് കൊടുത്താൽ മതി. ടാൻജന്റ് ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് എഴുതുക. ടാൻജന്റ് ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ്. ആദിൽ മുഹമ്മദ് എന്തായിരിക്കും ഇക്വേഷൻ ഓഫ് ദി നോർമൽ? y minus y naught is equal to m into x minus x naught. ഇവിടുത്തെ m എന്താടാ? Slope of normal. സ്ലോപ്പ് ഓഫ് ദി നോർമൽ ദി മൈനസ് 1 ബൈ ഡി വൈ ബൈ ഡി എക്സ് ആണ് കേട്ടോ. മൈനസ് 1 ബൈ ഡി വൈ ബൈ ഡി എക്സ് ആണ്. Then രണ്ട് ലെയിൻസ് പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്സ് എങ്ങനെയായിരിക്കും? രണ്ട് ലെയിൻസ് പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്സിനുള്ള പ്രത്യേകത എന്താ? എന്തായാലും മോനെ, രണ്ട് ലെയിൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്സ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് ലെയിൻസ് പാരലൽ ആണെങ്കിൽ അവയുടെ സ്ലോപ്സ് സെയിം ആയിരിക്കും. Then രണ്ട് ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിലോ? രണ്ട് ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ആദിൽ നസി, രണ്ട് ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്സിന്റെ പ്രത്യേകത എന്താ? പ്രോഡക്റ്റ് -1 ആയിരിക്കും. പ്രോഡക്റ്റ് -1 ആയിരിക്കും. അപ്പൊ ഞാൻ ഇത്ര നാളും പറഞ്ഞ കാര്യങ്ങളൊന്നും റിവൈസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആരും പേരൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. നാളെ പോലെ ഞാൻ പേര് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. കാര്യങ്ങൾ പഠിച്ചിട്ടിരിക്കണം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞുകൊണ്ട് ഇന്ന് തൽക്കാലം എഴുതുന്നില്ല. നാളെ മുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആ എക്സസൈസിലേക്ക് തിരിച്ചു വരെ. 14th ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 14 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Then 14 സെക്കൻഡ് അതുപോലെ തന്നെയാണ് കേട്ടോ. സെക്കൻഡ് അങ്ങ് വിട്ടേരെ, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല പിള്ളേരെ. 14 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. Then തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ y ഈക്വൽ ടു എക്സ് ക്യൂബ് അറ്റ് 1 1. സെക്കൻഡ് യാതൊരു വ്യത്യാസമില്ല. അതുപോലെ തന്നെയാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദി ഗിവൺ കർവ്. ടാൻജന്റും കാണണം, നോർമലും കാണണം. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റും കാണണം, നോർമലും കാണണം at the indicated points എന്നാണ് പറഞ്ഞേക്കുന്നത്. y ഈക്വൽ ടു എക്സ് ക്യൂബ് അറ്റ് 1 1. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ y ഈക്വൽ ടു എക്സ് ക്യൂബ്. 14 തേർഡ് കേട്ടോ. y ഈക്വൽ ടു എക്സ് ക്യൂബ് അറ്റ് 1 1. എങ്ങനെ ചെയ്യാം? ടാൻജന്റ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതോടെ കണ്ടുപിടിച്ചാൽ മതി. ടാൻജന്റിന്റെ നോർമലിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ സ്ലോപ്പോടെയും കിട്ടിയാൽ മതി കേട്ടോ. പോയിന്റും സ്ലോപ്പും കിട്ടിയാൽ മതി. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എൽവിനെ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് y minus yn. y മൈനസ് y dot n. y നോട്ട്. എടാ അത് ഇക്വേഷൻ ആണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അല്ല, ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആണത്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനേകം താമസിച്ച് കയറിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാ. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്, സോറി, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. എന്താ ഹാഫിസ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? ഹാഫിസ് മുഹമ്മദ്. അറിയില്ല. എന്താ ജസിയ? dy by dx. dy by dx. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx. dy by dx ഈക്വൽ ടു എത്ര രൂപയുടെ? 3x സ്ക്വയർ. നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dy by dx അറ്റ് 1 1. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് 1 1. 3 into 1 square 3 എന്ന് കിട്ടും. 3 into 1 square ഈക്വൽ ടു 3. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 3 ആണ്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എഴുതാം അടുത്തായിട്ട്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്
ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആണ് y മൈനസ് y നോട്ട് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. ഇവിടെ y നോട്ട് 1 ആണ്. y മൈനസ് 1 ഈക്വൽ ടു സ്ലോപ്പ് 3 ആണ് ഇൻറ്റു എക്സ് മൈനസ് 1. y മൈനസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് 1. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയ കേട്ടോ. അറേഞ്ച് ചെയ്ത് എഴുതിയേ. y മൈനസ് 1 ഈക്വൽ ടു 3x മൈനസ് 3. ഇതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോൾ 3x y റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 5 ആകും. ഈ മൈനസ് 1 പ്ലസ് 1 ആകും. അപ്പോൾ മൈനസ് 2 ഈക്വൽ ടു 0. 3x മൈനസ് y മൈനസ് 2 ഈക്വൽ ടു 0. അല്ലെങ്കിൽ y ഈക്വൽ ടു 3x മൈനസ് 2 എന്ന് എഴുതാം കേട്ടോ. y ഈക്വൽ ടു 3x മൈനസ് 2. എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ടേംസ് സെയിം ആയിരിക്കും. ഈക്വൽ ടു സെന്റ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. നമുക്ക് നോർമലും വേണം ഇതുപോലെ തന്നെ. സ്ലോപ്പ് ഓഫ് ദി നോർമല് സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്താണ് സ്ലോപ്പ് ഓഫ് ദി നോർമൽ അൽഫാദെ? പറയടാ. മറ്റേ -1 ആണോ? സ്ലോപ്പ് ഓഫ് ദി നോർമൽ ഇവിടെ എത്രയാണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറിയാം. സ്ലോപ്പ് ഓഫ് ദി നോർമല് m into m1 m2 is equal to minus. m1 m2 ഈക്വൽ ടു മൈനസ് 1. അപ്പൊ m2 എങ്ങനെ കിട്ടും? m1 m2 മൈനസ് 1 ആണെങ്കിൽ ഓർണർ അറിയാമെങ്കിൽ മറ്റേതെങ്ങനെ കണ്ടുപിടിക്കടാ. ഓർണോട് അറിയാലോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറിയാം. അപ്പൊ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എങ്ങനെ കിട്ടും? അപ്പുറത്ത് തിരിച്ചിട്ടാ പോരെ. എന്നാ തിരിച്ചിടുമ്പോ എങ്ങനെ വരും? m2 അപ്പുറത്തേക്ക് ഇടണം. അപ്പൊ എന്ത് വരും? ഇന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞതാലോടെ ഇതൊക്കെ. m1 minus 1 by m2. മൈനസ് 1 ബൈ m2. അപ്പൊ ഇവിടെ എന്തൊരു മൈനസ് 1 ബൈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദി നോർമൽ ഈക്വൽ ടു മൈനസ് 1 ബൈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. മൈനസ് 1 ബൈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമുക്കിവിടെ 3 എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈനസ് 1 ബൈ 3. മൈനസ് 1 ബൈ 3. സ്ലോപ്പ് ഓഫ് ദി നോർമൽ മൈനസ് 1 ബൈ 3. സ്ലോപ്പ് ഓഫ് ദി നോർമൽ മൈനസ് 1 ബൈ 3 ആണ്. ഇനി ഇക്വേഷൻ ഓഫ് ദി നോർമൽ എഴുതുക. ആദ്യത്തെ പോലെ തന്നെ ഇക്വേഷൻ ഓഫ് ദി നോർമൽ. y minus y naught equal to m into x minus x naught. That is y minus 1 equal to m ന് മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. m ന് മാത്രമാണ് മാറ്റം വരുന്നത്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആകുമ്പോൾ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആകുമ്പോൾ ടാൻജന്റിന്റെ സ്ലോപ്പ് എഴുതുക. ഇക്വേഷൻ ഓഫ് ദി നോർമൽ ആകുമ്പോൾ നോർമലിന്റെ സ്ലോപ്പ് എഴുതണം. m ന് വരും. നോർമലിന്റെ സ്ലോപ്പ് മൈനസ് 1 ബൈ 3. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. 3 ഇപ്പുറത്തേക്ക് വരും. 3y മൈനസ് 3 equal to minus x plus 1. x പുറത്തേക്ക് കൊണ്ടുവന്നേക്കാം. x plus 3y minus 4 equal to 0. x plus 3y minus 4 equal to 0 വരും.
ഓക്കെ, അതിനകത്ത് മൂന്നാമത്തെ ഗണം ചെയ്തു കേട്ടോ. 3 ഇപ്പൊ ചെയ്തു, 4-മത്തെ ഗണം ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ 14 നിർത്തും കേട്ടോ, 15ലേക്ക് കിടക്കും. ഇപ്പൊ 3 ചെയ്തത്. 4-മത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്തുകൊള്ളുക. y equal to x² at 0, 0. നോർമലും കാണണം, ടാൻജന്റും കാണണം. y equal to x² at 0, 0. y equal to x² at 0, 0. നാലാമത്തെ ക്വസ്റ്റ്യൻ y equal to x² ആണ്, 0.00 ആണ്. എന്തുവരും സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താണ്? എന്താ മന്നെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഇവിടെ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 0 അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ആദ്യം പറ, എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം. അത് dy/dx വെച്ച് dy/dx എത്ര കിട്ടും? 2x 2x. ശരി, ഇത് നമുക്ക് ഏത് പോയിന്റ് കൊടുക്കണം? 0, 0. 0, 0. അപ്പൊ എന്ത് വരും? 2 into 0, 0 എന്ന് വരും. ശരി, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 0 ആയി. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 0 കിട്ടി. അപ്പൊ എന്ത് വരും? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് അവനെ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ഇവിടെ പറഞ്ഞേ. y minus 0 equal to 0 x minus 0. ശരി, 0 into x minus 0. എന്ത് വരും ഇത്? y minus 0 y. 0 into x minus 0 0. y equal to 0 എന്ന് വരും. y equal to 0. y equal to 0 ആണ് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്. y equal to 0, equation of the tangent. Slope of the normal. Slope of the normal എന്ത് വരും? എന്തായിരിക്കും ഹാഫിസ് മുഹമ്മദ്? സ്ലോപ്പ് ഓഫ് ദി നോർമൽ 0. എങ്ങനെ കിട്ടിയടാ? -1 by slope of the tangent. -1 by slope of the tangent എന്ന് പറഞ്ഞാൽ എത്രയാ? -1 by 0. -1 by 0. -1 by 0 not defined. നോട്ട് ഡിഫൈൻഡ് അല്ലേ? പിന്നെ നീ എന്ത് അർത്ഥത്തിലടാ 0 എന്ന് മറുപടി പറഞ്ഞു? ആദ്യം 0 കൊണ്ടുള്ള ഹരണം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. -1 by 0 നോട്ട് ഡിഫൈൻഡ് ആണ്. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? സ്ലോപ്പ് ഓഫ് ദി നോർമൽ നോട്ട് ഡിഫൈൻഡ്. സ്ലോപ്പ് ഓഫ് ദി നോർമൽ നോട്ട് ഡിഫൈൻഡ് എന്തായിരിക്കും എന്റെ മീനിങ്? അതിൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ നോട്ട് ഡിഫൈൻഡ്. സ്ലോപ്പ് എപ്പോഴാ നോട്ട് ഡിഫൈൻഡ് ആവണത്? y ആക്സിസിന് പാരലൽ ആയിരിക്കും. y ആക്സിസിന് പാരലൽ ആകുമ്പോഴാണ്. y ആക്സിസിന് പാരലൽ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് നോർമൽ എങ്ങനെ വരും? നോർമൽ ഈസ് പാരലൽ ടു y ആക്സിസ് അല്ലേ? സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ നോർമല് y ആക്സിസിന് പാരലൽ ആണ്. അത് കടന്നു പോകുന്ന പോയിന്റ് തന്നിട്ടുണ്ടല്ലോ. ഏത് പോയിന്റ് കൂടെ കടന്നു പോകുന്നത്? ഏതാ അതിൽ തന്നിരിക്കുന്ന പോയിന്റ്? ഏത് പോയിന്റ് കൂടെ കടന്നു പോകുന്ന പറഞ്ഞത്? 0, 0. y ആക്സിസിന് പാരലൽ ആയിട്ട് 0 കൂടി കടന്നു പോകുന്ന ലൈൻ അതിപ്പോ ഏതായിരിക്കും? y ആക്സിസിന് പാരലൽ ആയിട്ട് 0 കൂടെ കടന്നു പോകുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? y ആക്സിസ്.
വൈ ആക്സിസ് തന്നെയാണ്. അപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് തന്നെയാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നോർമലിന്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നോർമലിന്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആകുന്നത് ആംഗിൾ 90 ഡിഗ്രി വരുമ്പോഴാണ്. tan 90 നോട്ട് ഡിഫൈൻഡ്. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈൻ വൈ ആക്സിസിന് പാരലൽ ആണെന്നാണ് അർത്ഥം. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ലൈൻ വൈ ആക്സിസിന് പാരലൽ ആണെന്നാണ്. വൈ ആക്സിസിന് പാരലൽ ആണ്. 0 കൂടെ കടന്നു പോകുന്നു. 0 കൂടെ കടന്നു പോകുന്ന വൈ ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? വൈ ആക്സിസ് തന്നെയാണ്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? വൈ ആക്സിസിന് പാരലൽ. ഇവിടെ താഴെ ആക്സിസ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈ ഇതല്ലേ ഒറിജിൻ. 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ കേട്ടോ. 0 ഒറിജിൻ. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ വൈ ആക്സിസിന് പാരലാന്നാണ് അർത്ഥം. വൈ ആക്സിന് പാരലാണ്. പക്ഷെ ഇതിൽ കൂടെ കടന്നു പോകണം. ഈ 0 കൂടെ കടന്നു പോകണം. വൈ ആക്സിസിന് പാരലായിട്ട് 0 കൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് തന്നെ വരും. വൈ ആക്സിസ് തന്നെ വരും. അപ്പൊ വൈ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദ വൈ ആക്സിസ് എന്താ? വൈ ആക്സിസിന്റെ ഇക്വേഷൻ ബേസിലെ കേട്ടില്ലോടാ? കേട്ടില്ല? അറിയില്ല എന്നാണോ നീ പറയണത്? അതൊന്നാണോ ഞാൻ കേൾക്കാത്ത? അറിയില്ല. ശരി, ഇപ്പം കേട്ടു. വൈ ആക്സിസിന്റെ ഇക്വേഷൻ എന്താന്നുള്ളത്? വൈ ആക്സിസിന്റെ ഇക്വേഷൻ എന്താ? ഫൈസെ വൈ ആക്സിസിന്റെ ഇക്വേഷൻ അറിയില്ല. അറിയില്ല. ആർക്കറിയാം വൈ ആക്സിസിന്റെ ഇക്വേഷൻ കൂടെ ഉള്ളതില്? വൈ ആക്സിസിന്റെ ഇക്വേഷൻ ഏതാണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാവനെ? X is equal to 0 ആണ്. X equal to 0. X equal to 0 ആണ് വൈ ആക്സിസിന്റെ ഇക്വേഷൻ. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ ആണെങ്കിൽ വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ് കേട്ടോ ഇവിടുത്തെ നോർമല്. ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോ. സ്ലോപ്പ് ഓഫ് ദ നോർമൽ നോട്ട് ഡിഫൈൻഡ്. അവിടെ വരെ എത്തിയില്ലേ? സ്ലോപ്പ് ഓഫ് ദ നോർമൽ നോട്ട് ഡിഫൈൻഡ്. സ്ലോപ്പ് ഡിഫൈൻഡ് അല്ല. therefore the normal is parallel to y-axis. Normal is parallel to y-axis and passes through 0, 0. Normal parallel to y-axis ആണ് and passes through 0, 0. നോർമൽ വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും, 0, 0 കൂടി കടന്നു പോകും. therefore നോർമൽ ഈസ് വൈ ആക്സിസ്. നോർമൽ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് നോർമൽ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് നോർമൽ എക്സ് ഈക്വൽ ടു 0. Equation of the normal x equal to 0. Okay. Question number 15 ലേക്ക് വരാം കേട്ടോ. Question number 15. Find the equation of. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. ഒരു കാര്യത്തെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാണ്ടിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും പിടുത്തവും കിട്ടൂല. ചുമ്മാ ഇങ്ങനെ അന്തിച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ അത്യാവശ്യം തിയറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടിരിക്കുക. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ.
ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദി കർവ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദി കർവ് y equal to x square minus 2x plus 7. ചെയ്യാം, കണ്ടിരിക്കുക. കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 15. കർവിന്റെ ഇക്വേഷൻ y equal to x square minus 2x plus 7. ഇക്വേഷൻ 1. ഇതാണ് കർവിന്റെ ഇക്വേഷൻ കേട്ടോ. തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷൻ ആണ് y equal to x square minus 2x plus 7. നമുക്ക് എന്താ വേണ്ടേ? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ. ഈ കർവിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഈ തന്നിരിക്കുന്ന കർവിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിക്കണം, ചുമ്മാ ഇരിക്കരുത് കേട്ടോ. ഞാൻ പല പ്രാവശ്യമായി പറയുന്നു, നിങ്ങൾ വെറുതെ ഇരിക്കരുത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. എന്നാലാണ് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദി കർവ്. ഈ കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ കർവിന്റെ പല പോയിന്റുകളുടെയും ടാൻജന്റ് ഉണ്ടാവും കേട്ടോ. കർവിന്റെ കർവ് ഇപ്പൊ കർവ് എന്ന് വെച്ചോ, ഇങ്ങനെ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ പല പോയിന്റ്, ഈ പോയിന്റ് കൂടെ ഒരു ടാൻജന്റ് ഉണ്ട്, ഇതിൽ കൂടെ വേറൊരു ടാൻജന്റ് വരയ്ക്കാം നമുക്ക്, ഈ പോയിന്റ് കൂടെ വേറൊരു ടാൻജന്റ്. ഇഷ്ടം പോലെ ടാൻജന്റുകൾ ഉണ്ട് കേട്ടോ. ഓരോരോ പോയിന്റ് കൂടെ ഓരോരോ ടാൻജന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെയുള്ളതെന്ന് അറിയില്ല കേട്ടോ, എവിടത്തെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയില്ല. ഇനി തന്നേക്കണം എന്താന്ന് നോക്കി. ഒന്നാമത്തെ കേസ്, പാരലൽ ടു ദി ലൈൻ 2x minus 5 plus 9 equal to 0. ആ ടാൻജന്റ് ഈ ലൈനിന് പാരലൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ടാൻജന്റ് ഒരു ലൈനിന് പാരലലും ആണെന്ന് തന്നിരിക്കുന്നു. ഞാൻ പടം ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം ആ കണ്ടീഷനും വെച്ചോണ്ട്. ഞാൻ റഫായിട്ട് വരയ്ക്കുന്ന കേട്ടോ. കർവ് ഷേപ്പ് എന്ന് പറയാൻ പാടില്ല, എന്താണെങ്കിലും പരാബോള ആയിരിക്കും. ഞാൻ ഇങ്ങനെ വരച്ചു കർവ്. ഇതാണ് നമ്മുടെ കർവ് x square minus 2x plus 7. ഈ കർവിലുള്ള ഒരു ടാൻജന്റ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. ഈ കർവിലുള്ള ടാൻജന്റ് കണ്ടുപിടിക്കണം. ആ ടാൻജന്റ് എങ്ങനെയായിരിക്കണം? ടാൻജന്റ് പാരലൽ ടു ദ ലൈൻ 2x minus 5 plus 9 equal to 0. ഇവിടെ വേറൊരു ലൈൻ വരച്ചു. 2x minus y plus 9 equal to 0. ഈ കർവിന്റെ ടാൻജന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ ടാൻജന്റ് ഈ ലൈനിന് പാരലൽ ആയിരിക്കണം. അതായത് നമുക്ക് ഈ കർവിനകത്ത് ഈ താഴെ വരച്ചിരിക്കുന്ന ലൈനിനെ പാരലായിട്ട് ഇങ്ങനെ ഒരു ടാൻജന്റ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കർവിലൂടെയുള്ള ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ ടാൻജന്റ് വേറൊരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈനിന് പാരലലും ആയിരിക്കണം. ഇത്രയും കാര്യം നമ്മളോട് പറഞ്ഞേക്കുന്നത്. ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം കൈലാസ? ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്ലോപ്പ് അറിയണം. സ്ലോപ്പ് അറിയണം. പിന്നെ സ്ലോപ്പ് മാത്രം അറിയുന്നുണ്ടെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ കിട്ടില്ല. നോർമല് തൽക്കാലം ടാൻജന്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോർമലിലേക്ക് വരാം. ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം? സ്ലോപ്പ് വേണം. രണ്ടാമതായിട്ട് എന്ത് വേണം? ചന്ദന? പോയിന്റ് വേണം. ആ കർവിലുള്ള ഒരു പോയിന്റ് വേണം കേട്ടോ. ആ കർവിലുള്ള പോയിന്റ്, ആ പോയിന്റ് കൂടെ നമ്മൾ ടാൻജന്റ് വരച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് അറിയണം. സ്ലോപ്പും അറിയണം, ഈ കർവിലുള്ള ഒരു പോയിന്റും കിട്ടണം. കർവിലുള്ള പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻജന്റ് എന്താണെന്നറിയാം, ടാൻജന്റ് ഇക്വേഷൻ അറിയാം. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു കാര്യം ചെയ്യും, ഈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കും. കർവിന്റെ ഇക്വേഷൻ ആയിരുന്നു സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് പറഞ്ഞ ചന്ദന, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ത് വരും? 2x plus minus 2. 2x minus 2. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു 2x minus 2 എന്ന് കിട്ടും. ശരി, ഇതാണ് ആ കർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ്. ജനറൽ ആയിട്ട് കിട്ടിയേക്കണേ ഏത് പോയിന്റിൽ കൂടെയുള്ള സ്ലോപ്പ് ഇതായിരിക്കും. ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് കിട്ടും. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ നമുക്കിവിടെ പോയിന്റ് അറിയില്ല കേട്ടോ.
നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ, ഒന്നാമത്തത് ടാൻജന്റ് പാരലൽ ടു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടാൻജന്റ് പാരലൽ ടു 2x മൈനസ് y പ്ലസ് 9 ഈക്വൽ ടു 0. കഴിഞ്ഞിട്ട് എഴുതാം, തൽക്കാലം ശ്രദ്ധിച്ചിരുന്നോ? ടാൻജന്റ് ഈ ലൈനിന് പാരലൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ എന്താ മീന പ്രത്യേകത? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പൊ ടാൻജന്റും ഈ ലൈനും പാരലൽ ആണെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ രണ്ടുപേരുടെയും സ്ലോപ്പ് സെയിം ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് പോയിന്റ് കിട്ടും. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻജന്റിന്റെ സ്ലോപ്പ് എന്നും പറഞ്ഞ് നമ്മളിപ്പോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ് മാർഗം? ടാൻജന്റിന്റെ സ്ലോപ്പും ലൈനിന്റെ സ്ലോപ്പും സെയിം പറഞ്ഞ. അതെ, അപ്പം ആ ടാൻജന്റിന്റെ സ്ലോപ്പ് തന്നെയല്ലേ ലൈനിന്റെ? അതെ. പിന്നെ ലൈനിന്റെ സ്ലോപ്പ് ആയില്ലേ എത്രയത്? 2x minus 2. 2x minus 2. ഏത് വെച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റില്ല. ആൻസറിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിനകത്തുനിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാണാം ഫൈസേ? ലൈനിന്റെ ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? dy/dx എടുക്കണ ഈ രണ്ടാമത്തെ വേണ്ട. ലൈനിന്റെ സ്ലോപ്പ് dy/dx അല്ല, കേർവിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx. ഒരു കേർവിന്റെ ഇക്വേഷൻ തന്നാൽ അതിനകത്ത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ് dy/dx. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈക്വൽ ആയിട്ട് എടുത്താൽ മതി. അല്ല, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷനകത്ത് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെയല്ല. ആർക്കും അറിയാം? എന്താ അതിൽ നസേ? സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷനിൽ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? ഇതും അതും ഈക്വൽ അല്ലേ? ടാൻജന്റ് 2x minus y plus 9 സ്ലോപ്പും y equal to x square minus 2x plus 9 സ്ലോപ്പ് ഈക്വൽ ആണ്. രണ്ടിന്റെ സ്ലോപ്പ് ഈക്വൽ ആണ്. എന്റെ ക്വസ്റ്റ്യൻ അതല്ലടാ. എന്റെ ക്വസ്റ്റ്യൻ ആ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണെന്നാണ്. ആ ലൈനിന്റെ സ്ലോപ്പ് ഇപ്പൊ നമുക്കൊരു ലൈൻ ഇവിടെ തന്നിട്ടില്ലേ, 2x minus y plus 9 equal to 0. അതിന്റെ സ്ലോപ്പ് എത്രയാണ്? അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഇതിന്റെ ആയിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതിന്റെ സ്ലോപ്പ് ഒറ്റയ്ക്ക് ആൻസർ കിട്ടുന്നേ. ആ ലൈനിന്റെ സ്ലോപ്പ് എത്രയാന്നുള്ള ആൻസർ എന്ന് കിട്ടും നമുക്ക്. എന്നിട്ട് ആ ആൻസർ കൊടുത്തിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും പറയാമോ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്? ഇല്ല. ശരി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഞാൻ ഈ ലൈനിന്റെ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാട്ടോ. ഈ വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി 2x plus 9 equal to y തിരിച്ചിട്ടേക്കാം. y equal to 2x plus 9. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ? ഇതുപോലത്തെ ഇക്വേഷൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ വർഷം? സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ, ഇതേ സ്റ്റൈലിൽ കിടക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? mx plus c ആണ്. എന്റെ mx plus c. y equal to y equal to mx plus c. y equal to mx plus c എന്ന ഫോമാണ് ഇത് സ്ട്രെയിറ്റ് ലൈനിന്റെ. y equal to mx plus c. ഈ m എന്താ ഇതിനകത്ത്? y equal to mx plus c യുടെ m എന്താണ്? സ്ലോപ്പാണ്. m സ്ലോപ്പ്. കഴിഞ്ഞ വർഷം പഠിച്ചേക്കുന്ന കാര്യങ്ങളാട്ടോ, വേറെ പുതുമയൊന്നും ഇതിനകത്തില്ല. കഴിഞ്ഞ വർഷം പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്. y equal to mx plus c. ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്, സ്ലോപ്പ്. അപ്പൊ ഇവിടെ y equal to mx plus c ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞു ഇവിടെ നമുക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് ഈക്വൽ ടു 2 ആണ്. ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 ആണ്.
മനസ്സിലായോ? y ഈക്വൽ ടു ഈ ആദ്യം മൈനസ് എ ബൈ ബി എടുത്ത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് 2a ആയിട്ട് ബൈ വൈന്റെ കോയിഫിഷ്യന്റ് 1 അങ്ങനെ എടുത്ത് സ്ലോപ്പ് കിട്ടാൻ പറ്റുമോ? എക്സിന്റെ കോയിഫിഷ്യന്റ് 2 ഇല്ലേ? അത് എ, പിന്നെ വൈയുടെ കോയിഫിഷ്യന്റ് 1 അത് ബി ആയിട്ട് മൈനസ് എ ബൈ ബി അങ്ങനെ എടുത്ത് അങ്ങനെ കണ്ടുപിടിക്കാം. അത് ഈ ലൈനിൽ നിന്നല്ലേ നീ പറഞ്ഞത്? ഈക്വേഷൻ ലൈൻ ഈ ലൈനിന്റെ ഇക്വേഷൻ നിന്നല്ലേ? ആദ്യം എഴുതിയേക്കണം. അത് പറ്റും കേട്ടോ. അത് രണ്ടും ഒന്നാണ്. അത് രണ്ടും ഒന്നാണ്. നമുക്ക് എളുപ്പം എപ്പോഴും ഇതാണ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള y ഈക്വൽ ടു എന്ന് മാറ്റിയേക്കുക. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതിനകത്ത് ആ എം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് സ്ലോപ്പ്. അപ്പൊ നമുക്കത് ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. നമ്മൾ ഈ താഴെ വരച്ചിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് 2 ആണ്. മുകളിലത്തെ ലൈനിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 2x മൈനസ് 2 അല്ലേ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 2x മൈനസ് 2 ആണ്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ 2 എന്നും കിട്ടി. ഇത് രണ്ടും പാരലൽ ആണെന്നല്ലേ തന്നേക്കണത്? ടാൻജന്റും ഈ ലൈനും പാരലൽ ആണെന്നാണ് തന്നേക്കണത്. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ എന്റെ സ്ലോപ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആദ്യം ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു വെച്ചു. ഇപ്പൊ ലൈനിന്റെ സ്ലോപ്പും കണ്ടു. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് എന്താണ്? ഈ ലൈനും ടാൻജന്റും പാരലൽ ആണെന്നാണ് പറഞ്ഞേക്കണത്. ലൈനും ടാൻജന്റും പാരലൽ ആണെങ്കിൽ അവർ രണ്ടുപേരുടെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ആ ഐഡിയയിൽ നിന്നാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതായത് സിൻസ് the line is parallel to the tangent, their slopes are equal. That is, slope of the tangent എന്തായിരുന്നു? 2x minus 2. 2x minus 2 equal to 2 എന്ന് വരും. Therefore 2x equal to 2 ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 ആവും. x equal to 2 എന്ന് കിട്ടും. x equal to 2. x equal to 2 ആ കിട്ടുന്ന പോയിന്റ് കെർവിന്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈയും കിട്ടും. അതായത് ഇപ്പൊ x equal to 2 ആ ടാൻജന്റ് വരച്ചേക്കണെന്ന് അതിന്റെ അർത്ഥം. x equal to 2 നമുക്ക് ടാൻജന്റ് വരച്ചിരിക്കുന്ന പോയിന്റ് കിട്ടണം. സ്ലോപ്പും വേണം, പോയിന്റും വേണം. സ്ലോപ്പും പോയിന്റും കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. ആ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഈ പറയുന്നത്. അറ്റ് x equal to 2. ഈ x equal to 2 എന്നുള്ളത് കെർവിന്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ടിങ് x equal to 2 in equation 1. അപ്പോൾ y equal to x square minus 2x plus 7 ആണ്. x square minus 2x plus 7. y equal to x equal to 2 കൊടുക്കുമ്പോൾ 2 square 4 minus 4 plus 7. y equal to 7 വരും. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 7 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം അറ്റ് 2 7 എന്നുള്ള പോയിന്റിൽ കൂടിയാണ് ആര് പോയിരിക്കുന്നത്? ടാൻജന്റ്. അറ്റ് 2 7 ടാൻജന്റ് ഈസ് പാരലൽ ടു ദ ലൈൻ 2x minus y plus 9 equal to 0. 27 എന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഈ ലൈനിന് പാരലൽ ആയിരിക്കും. ഇനി നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ കാണണം. എഴുതിയോ? നിങ്ങൾ എഴുതിയോ? എഴുതാത്തവർ എഴുതി വാട്ടോ. കാര്യങ്ങൾ ശരിക്കും ആലോചിക്കണം. പെട്ടെന്ന് എളുപ്പമായിട്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. നല്ല രീതിയിൽ ചിന്തിക്കാനുണ്ട്. ക്വസ്റ്റ്യൻസ് വായിച്ച് ശരിക്കും മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ക്വസ്റ്റ്യൻസ് ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ വെച്ച് ചെയ്ത് മുന്നോട്ട് പോകണം. എല്ലാം കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. ആദ്യം നമ്മള് ജനറൽ ആയിട്ട് ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. dy by dx കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് ആ ടാൻജന്റ് വേറൊരു ലൈനിന് പാരലാന്നാണ്. അപ്പൊ ആ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടുപേരും പാരൽ ആയതുകൊണ്ട് സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. സ്ലോപ്സ് ഈക്വൽ ആകുമ്പോൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഒരു എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ കെർവിൽ കൊടുത്തു കഴിഞ്ഞാൽ വൈയും കിട്ടി. അപ്പൊ ആ കെർവിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ്, ആ കെർവിലെ ആ പർട്ടിക്കുലർ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഈ ലൈനിന് പാരലായിരിക്കുന്നതാണ്. നമുക്ക് പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടി. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻജന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം ഇതുണ്ടോ? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആണ് നമുക്ക് വേണ്ടത്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പാസിംഗ് ത്രൂ ഏത് പോയിന്റ് കൂടെ കടന്നു പോണത്? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പാസിംഗ് ത്രൂ ഏത് പോയിന്റ് കൂടെ ആവും? ഏത് പോയിന്റുള്ള ടാൻജന്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഏത് പോയിന്റ് കൂടുതൽ പറയടാ, ഏത് പോയിന്റുള്ള ടാൻജന്റ് നമുക്ക് ഇനി കണ്ടുപിടിക്കണ്ടേ? 2x minus y plus 9. അത് പോയിന്റ് ആണോ? അത് അല്ല 7 2. Equation of the tangent passing through 2 7. 7 and 2 അല്ല 2 7. Equation of the tangent passing through 2 7 with the slope. Slope എത്രയുണ്ട്? ലൈനിന്റെ സ്ലോപ്പ് എത്രയായിരിക്കും? എത്ര സ്ലോപ്പ് അതിൽ പോകുന്നത്? 2. താഴത്തെ ലൈനിന്റെ സ്ലോപ്പ് 2 ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ടാൻജന്റ് സ്ലോപ്പ് എന്താണ്? 2 ആണ്. രണ്ടും പാരലല്ല. താഴത്തെ ലൈനിന്റെ സ്ലോപ്പ് 2 ആയതുകൊണ്ട് ടാൻജന്റിന്റെ സ്ലോപ്പും 2 ആണ്. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പാസിംഗ് ത്രൂ 2 7 വിത്ത് സ്ലോപ്പ് 2 ഈസ് y മൈനസ് y നോട്ട് 7 ഈക്വൽ ടു m സ്ലോപ്പ് 2 ഇൻറ്റു x മൈനസ് x നോട്ട് 2. y മൈനസ് y നോട്ട് 7 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x നോട്ട്. That is y minus 7 equal to 2x minus 4. X ഈ y ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് y ആയി. മൈനസ് 7 റൈറ്റ് സൈഡിലേക്ക് പ്ലസ് 7 ആവും. 7 മൈനസ് 4 3. 2x minus y 2x minus y plus 3 equal to 0. ഒന്നുകൂടെ നോക്കിയാൽ മനസ്സിലായോ എന്നുള്ളത്? എന്തെങ്കിലും സംശയം ചോദിക്കാണെങ്കിൽ ചോദിച്ചേ. ആ ലൈനും ടാൻജന്റും പാരലലാണ്. നമുക്ക് ടാൻജന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്ലോപ്പും വേണം, പോയിന്റും വേണം. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 2 എന്ന് കിട്ടി. x ഈക്വൽ ടു 2 കെർവിൽ കൊടുത്തു കഴിഞ്ഞാൽ വൈയും കിട്ടും. അപ്പൊ പോയിന്റ് ആയി, കടന്നു പോകുന്ന പോയിന്റ് ആയി, സ്ലോപ്പായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ടാൻജന്റ് ഈ രണ്ടാമത്തെ ലൈനിന് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 5y മൈനസ് 15x ഈക്വൽ ടു 13. ടാൻജന്റ് ഈ രണ്ടാമത്തെ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്ന്. ടാൻജന്റ് ഈ രണ്ടാമത്തെ ലൈനിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് ടാൻജന്റ് ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടാൻജന്റ് ഈ രണ്ടാമത്തെ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ ലൈൻ ഇതാണ് ടാൻജന്റ് എങ്കിൽ, ഈ ആദ്യം നമ്മൾ വരച്ചേക്കുന്ന ടാൻജന്റ് എങ്കിൽ രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ വന്നു കേട്ടോ. ഇതായിരിക്കണം രണ്ടാമത് വന്നേക്കണ ലൈൻ.
ഈ ടാൻജന്റും ഈ ലൈനും പെർപെൻഡിക്കുലർ ആണെന്ന്. ടാൻജന്റും ഈ ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ട്. നമുക്കവിടെ പെർപെൻഡിക്കുലർ ടു ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. ലൈൻ്റെ ഇക്വേഷൻ 5y minus 15x equal to 13. 5y minus 15x equal to 13. ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഞാൻ ചെയ്യാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. തൽക്കാലം കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ചോദിച്ചു കൊടുക്കാം. ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കുക ഇതിന്റെ സ്ലോപ്പ്? ഈ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? എന്താ എൽവിനെ ഈ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം? എന്റെടാവേ എപ്പോഴും dy/dx അല്ലടാ. dy/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേർവിന്റെ ആണെന്നേ. കേർവിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. കേർവിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ് dy/dx. ഇത് കേർവല്ല, അതൊരു ലൈൻ ആണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തെന്നാണ് ചോദിക്കുന്നത്. ലൈന് കഴിഞ്ഞ പിന്നെ dy/dx ഒന്നുമില്ല. കേർവിന്റെ ഇക്വേഷൻ ആണെങ്കിലാണ് dy/dx. കേർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പാണ് dy/dx. ഇതൊരു ലൈൻ ആണ്. ഈ ലൈനിനകത്ത് നിനക്ക് എങ്ങനെ സ്ലോപ്പ് കിട്ടും? പറയാമോ എൽവിനെ? ഇവിടെ പറഞ്ഞൊക്കെ ഒന്ന് കേട്ടിരിക്കടാ. തൽക്കാലം ചുമ്മാ ഇരുന്നിട്ട് എന്നെ കാര്യം പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേ. ഞാൻ പറയാത്ത കാര്യമല്ല, പുതിയ കാര്യമല്ല ചോദിച്ചു കേട്ടോ. നിന്നിവിടെ ശ്രദ്ധിച്ചല്ലായിരിക്കണം, അതാണ് കുഴപ്പം. എങ്ങനെയാ ആൽഡ്രനെ? y equal to mx plus c. y equal to mx plus c ഫോമിൽ എഴുതണം. ഒന്ന് പറഞ്ഞെങ്കിൽ 5y is equal to 5y equal to 15x ഇപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പൊ പ്ലസ് 15x പ്ലസ് 13 എന്നാവൂലേ? 5y equal to 15x plus 13 എന്നാവും. ഇനിയോടാ m15 അല്ലേ? അല്ല, m15 അല്ല. എടാ y equal to എന്നല്ലേ വരേണ്ടത്. ഇവിടെ 5y അല്ലേ കിടക്കണത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. y equal to 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x പ്ലസ് 13/5 എന്നാവില്ലേ? y equal to 3x 5 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്തു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. y equal to 3x പ്ലസ് 13/5 എന്നാവും. y equal to mx പ്ലസ് c. y equal to mx പ്ലസ് c ഫോമായി. ഇവിടുന്ന് സ്ലോപ്പ് ഓഫ് ദി ലൈൻ കിട്ടും. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഈക്വൽ ടു 3. 3 ആണ് ഈ തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ്. ഈ തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് 3 ആണ്. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത്? നമ്മുടെ ടാൻജന്റ് ഈ ലൈനിന് എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണ്ടേ? ടാൻജന്റ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് 3 ആണെങ്കിൽ, ഈ ലൈനിന്റെ സ്ലോപ്പ് 3 ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ലൈനും ടാൻജന്റും പെർപെൻഡിക്കുലർ അല്ലേ? ഈ വരച്ചിരിക്കുന്ന ലൈനും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പ് 3 എന്ന് നമുക്ക് കിട്ടി. ഈ ലൈനിന്റെ സ്ലോപ്പ് 3 ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് എത്രയായിരിക്കും? സിൻസ് the tangent is perpendicular to the above line. ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ദി എബോവ് ലൈൻ എന്നാണ് നമ്മളോട് പറഞ്ഞേക്കണത്. ഈ തന്നിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ടാൻജന്റ് വരേണ്ടത്. ഈ ലൈനിന്റെ സ്ലോപ്പ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx equal to എന്ത് വരും? അൽഫാദെ, ഈ ലൈനിന്റെ സ്ലോപ്പ് 3 ആണ്. ടാൻജന്റ് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻജന്റ് സ്ലോപ്പ് എന്തായിരിക്കും? -1/3.
minus 1 by 3. Slope of the tangent minus 1 by 3. That is, നമ്മൾ ആദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ ആദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് എത്രയായിരുന്നു? ഒറ്റ ക്വസ്റ്റൻ കേട്ടോ. ഒറ്റ ക്വസ്റ്റൻ 2 പാർട്ടാണ്. എത്ര സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? 2x minus 2 ആണോ? 2x minus 2. That is 2x minus 2 equal to minus 1 by 3. 2x equal to it minus 2 പുറത്തേക്ക് കൊണ്ടുവന്നാൽ 2 minus 1 by 3. 2x equal to 2 into 3 6, 6 minus 1 5 by 3. Therefore x equal to 5, 2 പുറത്തേക്ക് കൊണ്ടുവന്നാൽ x equal to 5 by 6. x equal to 5 by 6 എന്നായി. x ന്റെ വാല്യൂ കിട്ടി. x ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കെർവിന്റെ ഇക്വേഷനിൽ കൊടുക്കണം കേട്ടോ. വേറെ ഇടത്ത് കൊടുക്കരുത്. x ന്റെ വാല്യൂ കെർവിന്റെ ഇക്വേഷനിൽ കൊടുത്താൽ ആ കെർവിലുള്ള y എന്ന പോയിന്റും കിട്ടും. അപ്പൊ എക്സും വൈയും ആയി. പിന്നെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. കെർവിന്റെ ഇക്വേഷനകത്ത് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Put x equal to 5 by 6 in equation 1. Y equal to x square minus 2x plus 7. X square 5 by 6 square minus 2 into x 5 by 6 plus 7. ചെയ്തോളൂ കേട്ടോ. ചെയ്തു വരാതെ പോലെ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഈ ലൈനും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ടാൻജന്റ് സ്ലോപ്പ് കിട്ടി. ടാൻജന്റ് സ്ലോപ്പ് ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 2x minus 2 ജനറൽ ആയിട്ട്. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തപ്പോൾ x കിട്ടി, പോയിന്റ് ആയി. ഇനി ആ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ y കിട്ടണം. ആ കേർവിൽ തന്നെ കൊടുക്കണം കേട്ടോ. കേർവിൽ നിന്നാണ് നമുക്ക് കേർവിലെ പോയിന്റ് ആണ് വേണ്ടത്. കാരണം ടാൻജന്റ് വരയ്ക്കുന്നത് കേർവിൽ കൂടിയാണ്. കേർവിലെ പോയിന്റ് ആണ് വേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുക. y equal to 25 by 36 minus 10 by 6 plus 7. 36 LCM ആയിട്ട് വരും. minus 6 into 6 36. അപ്പൊ മുകളിലും 6 10 plus 36 into 7 30 ഗുണം 7 210 42 282. $287 minus 16. 217 by 36. Point കിട്ടി. At x 5 by 6, y equal to 217 by 36.
ഈ പോയിന്റിൽ കൂടിയുള്ള ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ 5y minus 15x equal to 30. ഈ പോയിന്റിൽ കൂടിയുള്ള ടാൻജന്റ് ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആണ്. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്. y minus y naught equal to m into x minus x naught. Substitute ചെയ്ത് പറഞ്ഞേ നിഹാലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. പറയടാ. y minus y minus y naught എത്രയാ? y naught 5/6 ആണ്. 5/6. 5/6 ആ. ഒരു പോയിന്റിനകത്ത് ആദ്യത്തേത് x ആണോ y ആണോ എന്ന് അറിയില്ലല്ലേടാ അല്ലെ? ഒരു ഓടയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ x ആണോ, x ഏതാണ്, y ഏതാണോ എന്നുള്ളത് അറിയില്ല. 217/36. y minus 217/36. സ്ലോപ്പ് m എത്രയാ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 2 അല്ലേ? ചേട്ടാ അത് കഴിഞ്ഞ പ്രോബ്ലം ആടാ. എല്ലാ ക്വസ്റ്റ്യനിലും ഒരേ സ്ലോപ്പ് അല്ല കൊടുക്കണത്. പ്രോബ്ലം മാറുമ്പോ സ്ലോപ്പ് മാറും. Slope of the tangent ഈ രണ്ടാമത്തെ പാർട്ട് എഴുതിയിട്ട് എത്രയാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? എത്രയാ? 5/6. 5/6. എത്ര വരെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? 3 അല്ലല്ലോ. നിങ്ങൾക്ക് എഴുതി തന്നേക്കണ കാര്യം നോക്കി വായിക്കാൻ വരെ അറിയാൻ പാടില്ല പിള്ളേരെ. -1/3. എഴുതി തന്നേക്കണ കാര്യം നോക്കി വായിക്കാൻ വരെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് കാണിക്കാനിരിക്കണേ ഇവിടെ? നിങ്ങൾ യാതൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കാന്നല്ല അതിന്റെ അർത്ഥം. പറഞ്ഞു തന്നേക്കണ കാര്യം വീണ്ടും അതൊന്ന് നോക്കി പറയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് നമ്മള്. എന്നിട്ട് വരെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ ശ്രദ്ധിക്കില്ല. ചുമ്മാ എണീറ്റ് ഇവിടെ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. -1/3 into x minus x naught 5/6. സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കോ. സിംപ്ലിഫൈ അറിയാമോ? ഇനി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞേ കേക്കട്ടെ. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? പറഞ്ഞ മീന, ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്ന്? അതെന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് ചെയ്യണം ആദ്യം. ലെഫ്റ്റ് സൈഡ് പറഞ്ഞോ. എങ്ങനെ ചെയ്താ? ഒരു ഇതില്ലേ, ഒരു ഡിനോമിനേറ്റർ വൈഡ് താഴെ ഒരു ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ട് ക്രോസ് ചെയ്തിട്ട് അപ്പൊ എന്ത് കിട്ടും? പറഞ്ഞോ. ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും എന്ന് പറഞ്ഞു? 36y minus 217/36. 36y minus 217/36. ശരി. ഈക്വൽ ടു റൈറ്റ് സൈഡോ? -1/3 അങ്ങനെ നിർത്തിയിട്ട് മറ്റേതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം.
മൈനസ് ഒന്ന് എത്തിട്ട് അങ്ങനെ നിർത്തിയിട്ട് ശരി ആയിക്കോട്ടെ പറഞ്ഞോ. 6x minus 5/6. 6. ശരി. അപ്പൊ 3 into 6 ഇവിടെ 18 വരും കേട്ടോ. ഇനി എന്ത് ചെയ്യാം? ഏതൊക്കെ പറഞ്ഞ? അല്ല ഇപ്പൊ ഇങ്ങനെയൊന്നുമില്ലേ, 36y minus 217/36 ഈക്വൽ ടു മൈനസ് ഓഫ് 6x minus 5/80 എന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്യാന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് എഴുതാം. എക്സിന്റെ ടൈം വൈയുടെ ടൈം കോൺസ്റ്റന്റ്, അതല്ല ഇതിന്റെ ഇക്വേഷൻ. എക്സ് വൈ കോൺസ്റ്റന്റ്. ഈ താഴത്തെ ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്ററിനെ ഇപ്പുറത്തേക്ക് ഇടാൻ പറ്റൂലേ? കൂട്ടാൻ പറ്റും. അപ്പൊ എന്തോരും പറഞ്ഞേ? 36y minus 270 equal to minus 5/8 minus 6x. minus 5 into 8/18 into 36. ശരി, into 36. 36 18 പൊക്കോളും. 2 വരും. ശരി, അന്നത്തെ ഇക്വേഷൻ ഇച്ചിരൂടെ ഇത് ചെയ്യാൻ പറ്റില്ലേ? അപ്പം പിന്നെ ചെയ്യാൻ പാടില്ലേ? പറഞ്ഞോ. 36y minus 217 equal to minus 12x minus 10. മൈനസ് 12x ആണോ? പ്ലസ് 12x. 12x minus 10. അങ്ങനെ മൈനസ് 10 വന്നേ. പുറത്ത് -2 അല്ലേ? 10 പ്ലസ് എന്നിട്ട് ഈ 217 ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. എല്ലാ അപ്പുറത്തേക്ക് കൊണ്ടുപോയിടാം. 12x മൈനസ് 36y. 12x മൈനസ് 36y ഈ 217 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് 227 ഈക്വൽ ടു 0 ആണോ? അത് വ്യത്യാസം ഉണ്ടോ? ഈ 227 എങ്ങനെയായി? 227 ഇപ്പഴൊരു 10 എടുപ്പില്ലേ? ആഡ് ചെയ്തിട്ടായിരുന്നു. ആവില്ലേ? ആവില്ലേ, നമുക്ക് മാറ്റി എഴുതാം. വേണ്ട. ശരി, വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാട്ടോ. വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം, നമുക്ക് നോക്കാം. ഞാൻ എല്ലാ റൈറ്റ്സിലും കൂടെ 36y minus 227 36y minus 227 equal to ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഒരു മൈനസ് ഇവിടെ അധികം വന്നുപോയി. ഇവിടെ 6x അല്ലായിരുന്നോ? നോക്കിയേ ഈ സ്റ്റെപ്പിനകത്ത് ഇവിടെ 6x ആണ്. ഈ 6x ഇങ്ങോട്ട് ഇതിപ്പോ -6x ചെയ്തിട്ടുണ്ട്, പ്ലസ് 6x ആണ്. അപ്പോൾ ആദ്യത്തെ ടൈം -12x വരും. ഇവിടെ -12x വരും. -12x. വേറെ പ്രശ്നമൊന്നുമില്ല. -12x ആണ്. അതിന് മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആക്കാം. അപ്പൊ 12x പ്ലസ് 36y മൈനസ് 227 ഈക്വൽ ടു 0 എന്ന് വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ ചെയ്യാണ്ടിരിക്കുന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളൂ കേട്ടോ. Show that the tangents to the curve y equal to 7x cube plus 11
Question number 16. Tangent to the curve y equal to 7x cube plus 11. ഈ കർവിന്റെ ടാൻജൻസ് at the point x equal to 2 and x equal to minus 2 are parallel. x equal to 2 വിൽ ഈ കർവിന്റെ x equal to 2 വിലെ ടാൻജന്റും x equal to minus 2 വിലെ ടാൻജന്റും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഒരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, വളരെ എളുപ്പമാണ്. ഒരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, മുമ്പിലത്തെ പ്രോബ്ലം പോലത്തെ കഷ്ടപ്പാടൊന്നുമില്ല. x equal to 2 വിലെ ടാൻജന്റും x equal to minus 2 വിലെ ടാൻജന്റും പാരലൽ ആണെന്ന് കാണിക്കണം. x equal to 2 വിലെ ടാൻജന്റും x equal to minus 2 വിലെ ടാൻജന്റും പാരലൽ ആണെന്ന് കാണിക്കാനായിട്ട് എന്താണ് മാർഗം? എങ്ങനെ കാണിക്കാം? അതിൽ നസ്യേ സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആദ്യം ഏത് കാണണം? അല്ലടാ, ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞേ? ഈ ഇതിന്റെ dydx. അതായത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കണം. x equal to 2 വിലെ ടാൻജന്റും x equal to minus 2 വിലെ ടാൻജന്റും ഷോ ദാറ്റ് ടാൻജൻസ് ടു ദി കർവ് കേട്ടോ. ഈ കർവിന്റെ ടാൻജൻസ് at x equal to 2 and x equal to minus 2 are parallel എന്നാണ് നമ്മളോട് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. x equal to 2 വിലെ ടാൻജന്റും x equal to minus 2 വിലെ ടാൻജന്റും പാരലൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കുക. സ്ലോപ്സ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? സ്ലോപ്സ് ഈക്വൽ ആണെങ്കിൽ പാരലൽ അല്ലേ? സ്ലോപ്സ് ഈക്വൽ ആണെങ്കിൽ പാരലൽ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തെളിയിക്കുന്നത്. ഫസ്റ്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണുക, dy/dx. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx. Slope of the tangent dy/dx equal to എന്തായിരിക്കും സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? എന്താ സുഹൈലെ? എത്ര വരൂടാ? 7 dy/dx 3x square പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 11 ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ dy/dx ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറയുന്നത് 21x സ്ക്വയർ എന്ന് കിട്ടും. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് x equal to 2 വിലെ ടാൻജന്റും x equal to minus 2 വിലെ ടാൻജന്റും പാരലൽ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം dy/dx സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx at x equal to 2 കാണുക. 21 into 2 സ്ക്വയർ. അടുത്ത dy/dx at x equal to minus 2 കാണുക. 21 into minus 2 ന്റെ സ്ക്വയർ എന്ത് വരും? 21 into 4 84. അടുത്തതും 21 into 4 84. അപ്പോൾ x equal to 2 വിലെ സ്ലോപ്പ് 84 ആണ്. x equal to minus 2 ന്റെ സ്ലോപ്പും 84 ആണ്. സ്ലോപ്സ് ഈക്വൽ ആണ് അല്ലെ? സ്ലോപ്സ് ഈക്വൽ ആണെങ്കിൽ ടാൻജൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും കേട്ടോ. അത്ര മതി. സ്ലോപ്സ് ഇവിടെ ഈക്വൽ ആണ്. x equal to 2 വിലെ സ്ലോപ്പും x equal to minus 2 വിലെ സ്ലോപ്പും ഈക്വൽ ആണ്. Since the slopes are equal, tangents are parallel. Slopes equal ആയതുകൊണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് y equal to 7x cube plus 11
എന്ന കേർവിന്റെ എക്സ് ഈക്വൽ ടു 2-ലെയും എക്സ് ഈക്വൽ ടു -2-ലെയും ടാൻജൻസ് പാരലാണെന്നാണ്. ആദ്യം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു 2 കൊടുത്തപ്പോൾ 84 ആയി. എക്സ് ഈക്വൽ ടു -2 കൊടുത്തപ്പോൾ 84 ആണ്. സ്ലോപ്സ് സെയിം ആണ്. സ്ലോപ്സ് സെയിം ആണെങ്കിൽ ടാൻജൻസ് പാരലൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചിടുക. ക്വസ്റ്റ്യൻ നമ്പർ 17. Find points on the curve y equal to x cube. y equal to x cube എന്ന കേർവിലെ പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. പോയിന്റ്സ് കണ്ടുപിടിക്കണം. അറ്റ് വിച്ച് ആ പോയിന്റില് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കണം. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും ഈക്വൽ ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചേ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. ഫൈൻഡ് പോയിന്റ്സ് ഓൺ ദി കർവ്. ക്ലിയർ ആലോ? പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ടാൻജന്റ് നോർമൽ ഇക്വേഷൻ ഒന്നും വേണ്ട, പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി. അറ്റ് വിച്ച് ആ പോയിന്റിൽ കൂടിയുള്ള സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു y കോഓർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും y കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ എത്ര? 17 അല്ലേ? ഗിവൺ y ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതാണ് തന്നിരിക്കുന്ന കർവ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx ഈക്വൽ ടു 3x² വരും. ശരിയല്ലേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് 3x². നമുക്ക് എന്താ തന്നേക്കണേ ക്വസ്റ്റിനകത്ത്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു y കോർഡിനേറ്റ് എന്നല്ലേ തന്നേക്കണത്. ഗിവൺ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു y കോഓർഡിനേറ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോഓർഡിനേറ്റും ഈക്വൽ ആണെന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ആണോ ജസിയ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും ഈക്വൽ ആയതുകൊണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ? ശരി. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എടുക്കാം? ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ 3x². 3x² ഈക്വൽ ടു y കോർഡിനേറ്റ് എന്ത് കൊടുക്കും? പറയാമോ ജസിയ? എന്തോ പറഞ്ഞോ? ശരിയാ പറഞ്ഞോ? ഒന്നല്ല. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു y കോഓർഡിനേറ്റ് എന്നാണ് പറഞ്ഞത്. y കോർഡിനേറ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. ഇപ്പൊ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് കൊടുക്കണം അവിടെ. y എന്ന് കൊടുക്കും. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു y കോർഡിനേറ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈക്വൽ ടു y കോർഡിനേറ്റ് ആണ്, y എന്ന് കൊടുക്കും. That is, ശ്രദ്ധിച്ചോളൂ പിള്ളേരെ, 3x² ഈക്വൽ ടു ആ ഒന്നാമത്തെ ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് y എന്താ? y എന്തെന്നാ തന്നേക്കണത്? എന്താ ജസിയ? തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു x ക്യൂബ്. y ഈക്വൽ ടു x ക്യൂബ്. അത് കൊടുക്കുക, സോൾവ് ചെയ്യുക. y ഈക്വൽ ടു x ക്യൂബ്. ദാറ്റ് ഈസ് x ക്യൂബ്. ഈ 3x² ഇപ്പുറത്തേക്ക് ഉണ്ടാകും കേട്ടോ. -3x² ഈക്വൽ ടു 0.
എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ ഈക്വൽ ടു 0 എന്നാവും. ഈ രണ്ട് ടേമിനകത്തും ഒരു എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ആദ്യത്തിൽ ബാക്കി ഒരു എക്സ് ഉണ്ട്, മൈനസ് ഒരു 3 ഉണ്ട്, ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും, അല്ലെങ്കിൽ എക്സ് മൈനസ് 3 0 എന്ന് വരും. എക്സ് സ്ക്വയർ 0 ആയി കഴിഞ്ഞാൽ എക്സ് 0 ആകും, ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു 3 ആകും. എക്സ് 0, എക്സ് ഈക്വൽ ടു 3. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് y കോർഡിനേറ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈക്വൽ ടു y എന്ന് കൊടുത്തു, yക്ക് പകരം x ക്യൂബ് കൊടുത്തു, സോൾവ് ചെയ്ത് എക്സിന്റെ 2 വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടോ? എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എന്തായിരിക്കും ബേസിൽ ചെയ്യേണ്ടത്? എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ y ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് y. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ y കണ്ടുപിടിക്കുക എന്നുള്ളതാ കേട്ടോ. കേർവിന്റെ എപ്പോഴും കേർവിന്റെ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ കേർവിന്റെ ഇക്വേഷനിൽ കൊടുത്ത് y കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചോ? when x equal to 0 from equation 1 y കണ്ടുപിടിക്കുക. when x equal to 0 from equation 1 y equal to എന്തായിരുന്നു? y equal to x cube അല്ലേ ഉള്ളവരെ? y equal to x cube, that is y equal to 0 യുടെ ക്യൂബ് 0. x equal to 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ 1 കൊടുത്താൽ y equal to 3 ക്യൂബ് 27. നമ്മളോട് പോയിന്റ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പോയിന്റ്സ് ഏതൊക്കെയാണ്? റിക്വയർഡ് പോയിന്റ്സ്. എക്സ് 0 ആയപ്പോൾ y 0 ആണ്, എക്സ് 0 ആയപ്പോൾ y 0, എക്സ് 3 ആയപ്പോൾ y 3യുമാണ്. 0 0 സോറി എക്സ് 3 ആയപ്പോൾ y 27, എക്സ് 3 ആയപ്പോൾ y 27. അപ്പോൾ 0 0 23 27. ഇതാണ് പോയിന്റ്സ്. Zero, 0 and 327. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം കേട്ടോ. തന്നേക്കണനുസരിച്ച് ചുമ്മാ ശരിയാണോ നോക്കാം. എന്താ തന്നേക്കണെന്ന് നോക്കിയ പിള്ളേരെ, നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? പോയിന്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ പോയിന്റ് കിട്ടി. ഇനി എന്താ കണ്ടീഷൻ പറഞ്ഞേക്കണേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കണം എന്നല്ലേ പറഞ്ഞേക്കണത് അല്ലേ? പോയിന്റ്സ് കണ്ടുപിടിക്കണം. പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആ പോയിന്റിലുള്ള സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കണം. ഈ ആദ്യത്തെ പോയിന്റിൽ സ്ലോപ്പ് ചുമ്മാ നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ആദ്യത്തെ പോയിന്റിലെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എത്രയാണെന്ന് പറഞ്ഞു തന്നെ. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? dy/dx ഈക്വൽ ടു 3x സ്ക്വയർ അല്ലേ? dy/dx ഈക്വൽ ടു 3x സ്ക്വയർ. ഒന്ന് പറഞ്ഞ നീ ആദ്യത്തെ പോയിന്റിനകത്ത് സ്ലോപ്പ്, ആദ്യത്തെ പോയിന്റിൽ സ്ലോപ്പ് എത്രയാ ചന്ദന? ഈ 0 0 എന്ന പോയിന്റിനകത്ത് സ്ലോപ്പ് എത്രയാണ്? 0. രണ്ടാമത്തെ പോയിന്റിലെ സ്ലോപ്പ് പറഞ്ഞേ ചന്ദന. രണ്ടാമത്തെ പോയിന്റ് 327. അവിടെ സ്ലോപ്പ് എത്ര വരും? അല്ലെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കണേ? പറ കൊച്ച്, പെട്ടെന്നാവട്ടെ. കേൾക്കാൻ പാടില്ല. 3 into 3 into 3 സ്ക്വയർ. എക്സിന്റെ വാല്യൂ കൊടുത്താ പോരെ. ഇവിടെ x ഈക്വൽ ടു 3x സ്ക്വയർ അല്ലേ? 3 into 3 സ്ക്വയർ എത്രയാ? 27. അപ്പൊ നോക്കി, സ്ലോപ്പാണ് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. ആദ്യത്തെ പോയിന്റ് സ്ലോപ്പ് 0, രണ്ടാമത്തെ പോയിന്റിൽ സ്ലോപ്പ് 27. നമ്മളോട് പറഞ്ഞേക്കണം നോക്കിയേ, ഈ സ്ലോപ്പ് y കോർഡിനേറ്റ് ആയിരിക്കണം കണ്ടോ.
സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും y കോർഡിനേറ്റും സെയിം ആയിരിക്കണം. അങ്ങനെ വരുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 0 y കോർഡിനേറ്റ് 0. ആ പോയിന്റിൽ സ്ലോപ്പ് എന്താണ്? 0 ആണ്. താഴെ കണ്ടുപിടിച്ചേക്കണോ? 327 എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 27 ആണ്. ആ പോയിന്റിൽ സ്ലോപ്പ് എത്രയാണ്? 27. കേട്ടോ, അതാണ് ക്വസ്റ്റിന്റെ മീനിങ്. മനസ്സിലാവുണ്ടോ? കാലത്ത് തന്നെ അനങ്ങാതിരിക്കുക. നിങ്ങളൊന്ന് അനങ്ങൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തമൊക്കെ ഒന്ന് ഓടട്ടെ, ശരീരത്തിൽ കൂടെ ഒരു രക്തോട്ടമെങ്കിലും ഉണ്ടാവട്ടെ. ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ ഇതിന് മരച്ചു പോകും. 7:30 കഴിയുമ്പോൾ എണീക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ നിന്ന് കാലും കൈയൊക്കെ ഇങ്ങനെ മരച്ചിരിക്കുമായിരിക്കും. ഒന്ന് അനങ്ങൊക്കെ ചെയ്യേ. തലയൊക്കെ ഇടയ്ക്കൊന്ന് അനക്കിക്കോ, തലയൊക്കെ ഒന്ന് ആട്ടിക്കോ. അപ്പൊ എനിക്കൊരു സന്തോഷം കിട്ടും. ഞാൻ പറഞ്ഞ ശരിയാന്ന് ഓർത്തായിരിക്കും തലയാട്ടണം. മനസ്സിലായിട്ട് തലയാട്ടണല്ലോ എന്ന് ഓർത്ത് എനിക്കൊരു സന്തോഷത്തോടെ കിട്ടിക്കോളും. ചുമ്മാ ഇങ്ങനെ ചത്തമിട്ടിരിക്കില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിൾ ആണ് താനും. മനസ്സിലാക്കി അതിന്റെ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആകപ്പാടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനേ ഉള്ളൂ. സ്ലോപ്പും ആകപ്പാടെ 2 സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല: സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദി നോർമൽ. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്, ഇക്വേഷൻ ഓഫ് ദി നോർമൽ. അത് വെച്ചുള്ള കളികൾ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്യുന്നില്ല കേട്ടോ. 19 ആണോ? അല്ല അല്ലെ, മാറിപ്പോയി. ശരി, 18 ആണ് അടുത്തത്. 18 ചെയ്യണം. 18 ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 18. ചുവടെ ചിന്തിക്കാനുള്ള സംഭവമുണ്ട്. ഫോർ ദ കർവ് y equal to 4x³ minus 2x raised to 5. For the curve y equal to 4x³ minus 2x raised to 5. Find all points. ഈ കേർവിലുള്ള എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കണം കേട്ടോ. ഈ കേർവ് തന്നിട്ടുണ്ട്. ഈ കേർവിലുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്. ഫൈൻഡ് ഓൾ പോയിന്റ്സ് അറ്റ് വിച്ച് ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ. ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകണം. പറഞ്ഞ മനസ്സിലായോ? ഒരു കേർവ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ റഫായിട്ട് വരയ്ക്കാം. ശരിയാവുന്നില്ല. ഞാൻ ചുമ്മാ റഫായിട്ട് ഒരു കേർവ് അങ്ങ് വരച്ചേക്കാം. ഇങ്ങനെ ഒരു കേർവ് വരച്ചു. ഈ കേർവിലെ പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. ഞാൻ ഇങ്ങനെയും വരച്ചു വിട്ടു. ഇതാണ് മുകളിൽ വരച്ചാണ് കേർവ്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് ഒറിജിൻ. ഞാൻ വെറുതെ റഫായിട്ട് വരച്ചേക്കണ കേട്ടോ. വെറുതെ നിങ്ങൾക്ക് എന്താണ് ഐഡിയ എന്ന് പറയാൻ വേണ്ടി മാത്രം വരച്ചേക്കണതാണ്. ശരിക്കും ഒരു പിക്ചർ അല്ല. ഒരു കേർവ് വരച്ചിട്ടുണ്ട്, ആക്സിസും വരച്ചിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കണത് ഈ കേർവിലെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഈ കേർവിലെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് കേട്ടോ. ഈ കേർവിലെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഈ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ്, ഈ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകണം. അതാണ് പറഞ്ഞേക്കണത്. ഇവിടെ ഒരു ഇവിടെ ഒരു ഇതിൽ കൂടെ വരയ്ക്കുന്ന ടാൻജന്റ്. ഇങ്ങനെ കേർവിലുള്ള പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. മനസ്സിലായോ? കേർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താണ്? ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകണം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ് HK ആണ് പോയിന്റ്. ലെറ്റ് HK be the point on the curve. Be the points on the curve. കേർവിലുള്ള പോയിന്റ് HK എന്ന് അസ്യൂം ചെയ്തു. ഈ HK എന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻസ് ഒറിജിനിൽ കൂടി കടന്നു പോകും. HK ആണ് പോയിന്റ് എന്ന് അസ്യൂം ചെയ്തിട്ടോ. HK പോയിന്റ് ആണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എല്ലാം സ്ലോപ്പ് വെച്ചുകൊണ്ടാണ് കേട്ടോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx പറഞ്ഞത് പിള്ളേരെ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx. എന്തൊരു അൽഫാദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? 4 × 3x².
12x square. അടുത്ത 2 into 5x raised to 4. എത്ര വരൂടാ? 10x raised to 4. 10x raised to 4. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമുക്കിവിടെ പോയിന്റ് അറിയാലോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx at hk. പോയിന്റ് hk എന്ന് അസ്യൂം ചെയ്തായിരുന്നു കേട്ടോ. at hk എന്ത് വരും? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് at hk. കേർവിലുള്ള പോയിന്റ് hk ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തിരുന്നു. കേർവിലുള്ള പോയിന്റ് hk ആണ്. ആ hk എന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻസ് ഒറിജിനിൽ കൂടി കടന്നു പോകുന്നതാണ് ഞാൻ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് hk പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എന്തുവരും സുഫിനെ? 12h square ആ minus 10h raised to 4. ശരി. സ്ലോപ്പായി hk എന്നുള്ള പോയിന്റിലുള്ള സ്ലോപ്പുമായി hk എന്നുള്ള പോയിന്റും അറിയാമെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പറഞ്ഞേ. y minus y naught equal to m into x minus x naught. എന്ത് വരും? ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞേ. പറഞ്ഞ കൈലാസ. പറയടാ. എടാ ഇവിടത്തെ പോയിന്റ് ഏതാ? 12 y minus 12 12 എവിടെയാടാ 12? എന്താ ഫൈസേ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്? y minus k y minus k 12h square minus 10h raised to 4. ശരി. സ്ലോപ്പ് ഇൻറ്റു x minus h. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ആയി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ടാൻജന്റ് എതിൽ കൂടെ കടന്നു പോകുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ. ഈ ടാൻജന്റ് എതിൽ കൂടെ കടന്നു പോകുന്ന ജെസിയ പറഞ്ഞേക്കണേ ക്വസ്റ്റിനകത്ത്? ഒറിജിനിക്കൂടെ. ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ. ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ 0 0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ഈ ഇക്വേഷനകത്ത് എക്സിനും വൈക്കും പകരം 0 കൊടുക്കാം. എക്സിനും വൈക്കും പകരം 0 കൊടുക്കുമ്പോൾ 0 minus k equal to 12h square minus 10h raised to 4 into 0 minus h എന്ന് വരും. എഴുതി പോരെ കേട്ടോ. എഴുതിക്കോ. ആദ്യ ഭാഗത്തേക്ക് എഴുതിയേക്കണേയാണോ? അതായത് മൈനസ് കെ ഈക്വൽ ടു 12h square minus 10h raised to 4 into minus h എന്ന് വരും. ഈ മൈനസ് രണ്ടിടത്തും വെട്ടിപ്പോകും കേട്ടോ. രണ്ടിടത്തെ മൈനസ് വെട്ടിപ്പോയിട്ട് k ഈക്വൽ ടു 12h ക്യൂബ്, h അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, minus 10h raised to 5 എന്ന് വരും. ഇക്വേഷൻ k equal to 12h cube minus 10h raised to 5 ഇക്വേഷൻ 2. അവിടെ നിൽക്കട്ടെ കേട്ടോ. ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഇവിടെ വരെ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ട് ലീവ് ചെയ്തോളുക. ഓക്കെ, താങ്ക് യു. നാളെ പഠിച്ചു വരണം കേട്ടോ.